വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച വിവാദം കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. മോഡിഫിക്കേഷനുകളെ കുറിച്ച് പഠിക്കാൻ ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വാഹനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ അനുവദിക്കാം, ഏതൊക്കെ മാറ്റങ്ങൾക്ക് ഫീസ് ഈടാക്കി നിയമപരമായി അനുമതി നൽകാം തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പരിശോധിക്കുന്നത്. സ്റ്റിക്കർ ഒട്ടിക്കൽ മുതൽ വാഹനത്തിന്റെ നിറം മാറ്റം വരെയുള്ള കാര്യങ്ങൾ സമിതിയുടെ പരിഗണനയിൽ വരും. 100 ദിവസത്തിനുള്ളിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. എന്നാൽ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ ഉയരുന്ന പ്രധാന ചോദ്യം മറ്റൊന്നാണ്. കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ ആകാമെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയോ എന്നതാണ് വിമർശകരുടെ ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വാഹന ഉടമകളുടെ ആശങ്കകൾ പരിഗണിച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അനുവദിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ അതിനു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് തന്റെ ടാക്സി വാഹനത്തിന്റെ ബമ്പർ ഗാർഡ് ഘടിപ്പിച്ച ഡ്രൈവർക്ക് മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ പിഴ ചുമത്തിയ സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാൽ പിഴ കിട്ടുമോ? സർക്കാർ പറയുന്നതൊന്നും ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് മറ്റൊന്നുമാണെന്നാണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിന് വ്യക്തതയില്ലായിരുന്നോ? മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനത്തിന്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുന്ന ഏതൊരു മോഡിഫിക്കേഷനും അനുമതി കൂടാതെ നടത്താൻ സാധിക്കില്ല. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 പ്രകാരം നിർമ്മാതാവ് അംഗീകരിച്ചിരിക്കുന്ന സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നത് നിയന്ത്രണ വിധേയമാണ്. അനുമതി ആവശ്യമായ മോഡിഫിക്കേഷനുകളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: വാഹനത്തിന്റെ ചേസിലോ ബോഡിയിലോ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുക, ബുൾബാർ, ബമ്പർ ഗാർഡ്, ക്രാഷ് ഗാർഡ് തുടങ്ങിയവ ഘടിപ്പിക്കുക, സസ്പെൻഷൻ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക, ടയർ, വീൽ സൈസ് എന്നിവ നിർദ്ദേശിച്ച പരിധിക്ക് പുറത്തേക്ക് മാറ്റുക, എഞ്ചിൻ മാറ്റുകയോ അധിക ശക്തിയുള്ള എഞ്ചിൻ ഘടിപ്പിക്കുകയോ ചെയ്യുക, ഹെഡ്ലൈറ്റുകൾ, LED ബാറുകൾ, ഹൈ ഇന്റൻസിറ്റി ലൈറ്റുകൾ എന്നിവ നിയമവിരുദ്ധമായി സ്ഥാപിക്കുക, സൈലൻസർ മാറ്റി അധിക ശബ്ദം സൃഷ്ടിക്കുന്ന എക്സോസ്റ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കുക, വാഹനത്തിന്റെ നിറം പൂർണ്ണമായും മാറ്റുക. ഇതിന് RTOയുടെ രേഖകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതേസമയം ചില കാര്യങ്ങൾക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ല. അനുമതിയില്ലാതെ സാധാരണയായി അനുവദനീയമായ കാര്യങ്ങൾ ഇവയാണ്: സീറ്റുകൾക്ക് കവറിടുക, ഫ്ലോർ മാറ്റ്, മൊബൈൽ ഹോൾഡർ തുടങ്ങിയ ആക്സസറികൾ സ്ഥാപിക്കുക, ചെറിയ സ്റ്റിക്കർ ഒട്ടിക്കുക, എന്നാൽ രജിസ്ട്രേഷൻ നമ്പർ ഗ്ലാസുകളുടെ കാഴ്ച അല്ലെങ്കിൽ സുരക്ഷയെ ബാധിക്കരുത്, കമ്പനി അംഗീകരിച്ച ആക്സസറികൾ ഉപയോഗിക്കുക, വാഹനത്തിനുള്ളിലെ ഇൻഫോർടൈൻമെന്റ് സംവിധാനങ്ങൾ മാറ്റുക, നിയമപരിധിക്കുള്ളിൽ സൺഫിലിം ഒഴികെയുള്ള ചെറിയ അലങ്കാരങ്ങൾ നടത്തുക. അതുകൊണ്ട് തന്നെ ബമ്പർ ഗാർഡ് പോലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ നിയമപ്രകാരം അനുമതിയില്ലാതെ അനുവദനീയമല്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ ആകാമെന്ന പ്രസ്താവന ജനങ്ങളിൽ തെറ്റായ സന്ദേശമാണ് സൃഷ്ടിച്ചതെന്ന വിമർശനം ഉയരുകയാണ്. ഇപ്പോൾ വീണ്ടും വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠനം നടത്തുകയാണ് സർക്കാർ. എന്നാൽ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം നിലവിലുള്ള നിയമങ്ങൾ വ്യക്തമായിരിക്കെ പുതിയ സമിതിയുടെ ആവശ്യം എന്താണ് എന്നതാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതിയുടെ വിവിധ വിധികളും നിലവിലുണ്ടായിരിക്കെ പുതിയ പഠനങ്ങൾ ജനങ്ങളിൽ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ പറയുന്ന ഓരോ വാക്കും വ്യക്തവും ഉത്തരവാദിത്തമുള്ളതുമായിരിക്കണം. കാരണം സർക്കാരിന്റെ പരമോന്നത സ്ഥാനത്തിലിരിക്കുന്ന ഒരാളുടെ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുന്ന സാധാരണക്കാരനാണ് പിന്നീട് നിയമ നടപടികളും പിഴയും നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശകരും ഉയർത്തുന്ന ചോദ്യം പ്രസക്തമാകുന്നത്. മോഡിഫിക്കേഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് സർക്കാർ സംവിധാനങ്ങൾ പാലിച്ചില്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നിലപാട് മാറ്റിയോ? ഏതായാലും ഈ വിവാദം വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: ഭരണാധികാരികളുടെ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകളായി മാത്രം കാണാൻ കഴിയില്ല. അതിന് പിന്നിൽ ജനങ്ങളുടെ വിശ്വാസമുണ്ട്, അവരുടെ പണവും ജീവിതവുമുണ്ട്. അതുകൊണ്ട് തന്നെ വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ പറയാതിരിക്കുകയും വേണം. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ വാക്ക് ജനങ്ങൾക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് പിന്നീട് ആശയക്കുഴപ്പത്തിനും പിഴയ്ക്കും കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭരണ ഉത്തരവാദിത്വം.